ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ ഇന്ന് നമ്മുടെ സ്റ്റഡി ടൈമിൽ നമ്മൾ കണക്കാക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണ്. മലയാളം വീഡിയോ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സ്റ്റഡി വീഡിയോസ് LKG to 5th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റഡി വീഡിയോസ് സബ്ജക്ട്സ് എല്ലാം നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ എന്താണ്, ഇതിൽ ആക്ടിവിറ്റീസ് ആഡ് ചെയ്തിട്ടില്ല. സോ ആക്ടിവിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് പാർട്ട് 2 വീഡിയോയിലായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് ദ വാംത് ഓഫ് ലവ്. ദ വാംത് ഓഫ് ലവ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ സ്റ്റഡി ടൈമിലാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പോൾ ഇവിടെ എന്താണ്, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ വാംത് ഓഫ് ലവ്. എന്താണ് ഈ വാംത് ഓഫ് ലവിൻ്റെ മീനിങ്? എന്താണ് ഈ വാംത് എന്ന വേർഡിൻ്റെ മീനിങ്? ഊഷ്മളമായ എന്നാണ് വാംതിൻ്റെ മീനിങ്. അല്ലാതെ ചൂടുള്ളവ എന്ന് മീനിങ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചാപ്റ്ററിൻ്റെ പേരായിട്ട് യോജിപ്പിക്കുമ്പോൾ ഊഷ്മളമായ എന്ന മീനിങ് ആണ് വാംതിന് കൊടുത്തിരിക്കുന്നത്. ലവ് എന്ന് വെച്ചാൽ എന്താണ്? സ്നേഹം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഊഷ്മളമായ സ്നേഹം എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ ഒരു വലിയ ഗാർഡൻ അല്ലെങ്കിൽ പാർക്ക് കാണാം അല്ലേ? അപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? we can see a father and his wife and their son are sitting on the bench. ഒരു ബെഞ്ചിൽ ഇവർ 3 പേരും ഇരിക്കുകയാണ്. We can see a nest on the branch of the tree. നമുക്ക് ട്രീയുടെ ബ്രാഞ്ചിൽ എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു നെസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. We can see children are playing. എന്നാണ്, കുറച്ച് കുട്ടികൾ എന്താണ് കളിക്കുകയാണ് അല്ലേ? We can see എന്താണ് സ്ലൈഡും. We can see slide and merry go round behind the tree. ട്രീയുടെ പിന്നിൽ നമുക്കൊരു എന്താണ് ഒരു സ്ലൈഡും മേരി ഗോ റൗണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ വി ക്യാൻ സീ എ ബിഗ് ട്രീ ബിഹൈൻഡ് ദ ബെഞ്ച്. ബെഞ്ചിന് പുറകിൽ നമുക്കൊരു വലിയ മരം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, വി ക്യാൻ സീ സോ മെനി ഫ്ലവേഴ്സ് ഇൻ ദ പിക്ചർ ആൻഡ് വി ക്യാൻ സീ എന്താണ് നമുക്ക് വേറെ കുറേ ചെടികൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഈ പിക്ചേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് റീഡ് ചെയ്യാം. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. റോബർട്ട് ഫ്രോസ്റ്റ്. എന്താണ്? അതായത് സ്നേഹത്തിന് വേണ്ടിയുള്ള ശരിയായ ഒരു സ്ഥലമാണ് ഇവിടെ ഭൂമി. അതായത് സ്നേഹത്തിന് ശരിയായ ഒരു സ്ഥലമാണ് ഭൂമി. ആരാണ് പറഞ്ഞിരിക്കുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ദ ഡോർവേ. അപ്പോൾ നമുക്കിവിടെ എന്താണ് 2 പിക്ചേഴ്സ് കാണാം അല്ലേ? ഈ 2 പിക്ചേഴ്സ് എങ്ങനെയാണ്? ഈ 2 പിക്ചേഴ്സിലും 2 കുട്ടികളുണ്ട്. അവരെന്താണ് സ്കൂളിൽ പോകാൻ റെഡി ആവാന്നല്ലേ? ഇവിടെ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഫസ്റ്റ് കുട്ടി നല്ല ചിരിച്ചോണ്ടിരിക്കുകയാണ് ആൻഡ് സെക്കൻഡ് കുട്ടി നല്ല കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി അവരെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ. നമുക്ക് അതിനൊക്കെ ആൻസർ ചെയ്യാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചർ അബവ്. 2 boys are getting ready for school എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പിക്ചേഴ്സ് നോക്കിയല്ലോ. അതിൽ 2 കുട്ടികൾ എന്താണ് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ആദ്യത്തെ കുട്ടി ചെയ്യുന്നത്? ഹീസ് ഗെറ്റിംഗ് റെഡി ഫോർ എ സ്കൂൾ. അവൻ എന്താണ് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ഹി ഹാപ്പി? അവൻ ഹാപ്പി ആണോ? അപ്പോൾ അവിടുത്തെ ഉത്തരം എന്താണ്? യെസ്, അവൻ എന്താണ് ഹാപ്പിയാണ്. വാട്ട് ഈസ് ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ കാരണം? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബിക്കോസ് ഹീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. അവനെന്താണ് സ്കൂളിൽ പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ട്.
വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? എന്താണ് അപ്പം രണ്ടാമത്തെ ബോയ്? ഹീ ഈസ് ക്രൈം ബിക്കോസ് ഹി ഡിഡിൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ് അവൻ കരയുകയാണ്, അവന് സ്കൂളിൽ പോവണ്ട എന്ന് പറഞ്ഞിട്ട്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? ഷീ ഈസ് കൺസോളിങ് ഹിസ് ടു ഗോ ടു സ്കൂൾ. എന്താണ് അവൻ്റെ അമ്മ എന്താണ് അവനെ സമാധാനിപ്പിക്കുകയാണ്, സ്കൂളിൽ പോകാൻ വേണ്ടി സമാധാനിപ്പിക്കുകയാണ്. Now your teacher will tell you about his and her first day at school. ടീച്ചർ എന്താണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ, പിന്നെ പെൺകുട്ടികളെ ആൺകുട്ടികൾ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളിനെ പറ്റിയിട്ട്. ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? അതെന്താണ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പങ്കുവയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ന്യൂ പേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാഠമായിട്ടുള്ള കിസ്സിങ് ഹാൻഡാണ് നമ്മുടെ ഫസ്റ്റ് പാഠം. അപ്പം നമുക്ക് അപ്പം ഇതിൽ നിങ്ങളെപ്പോലെ ഒരു ഒരു കുട്ടിയല്ല, ഈ കഥയിൽ റാക്കൂണാണ്. അപ്പം അവനും സ്കൂളിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് നമ്മുടെ ദ കിസ്സിങ് ഹാൻഡിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ കഥയിലേക്ക് പോവാം. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹിസ്റ്റൻഡ് എബോവ് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ ടു ഹിം. ഈ സ്റ്റോറിയിൽ നമുക്കൊരു ചെറിയൊരു റാക്കൂണുണ്ട്. ആ റാക്കൂണിൻ്റെ പേരാണ് ചെസ്റ്റർ. അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി മടി പിടിച്ചിരിക്കുകയാണ്. ഹിസ്റ്റൻഡ് എന്ന് പറയുകയാണെങ്കിൽ മടി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അവന് സ്കൂളിൽ പോകാൻ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് അവന് പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഒരു ഇതാണല്ലേ നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്തൊരു റാക്കൂൺ നിൽക്കുന്ന ആ റാക്കൂൺ ആയിരിക്കും നമ്മുടെ ചെസ്റ്ററിൻ്റെ മദർ. നമുക്ക് ചിലപ്പോൾ അത് ചെസ്റ്ററിൻ്റെ മദർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ റാക്കൂൺ ചെസ്റ്റർ റാക്കൂൺ ഇവിടെ ബാഗൊക്കെ സൈഡിൽ വെച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. കണ്ടേ ടീയേഴ്സ് ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് താഴെ കഥയിലേക്ക് പോവാം. ചെസ്റ്റർ റാക്കൂൺ stood at the edge of the forest and cried. He don't want to go to school. He told his mother, I wanted to stay home with you. I wanted to play with my friends. I wanted to play with my toys. I wanted to read my books. I wanted to swing on my swing. Please, may I stay home with you? Mrs. Raccoon took Chester by the hand and nestled his ear. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചെസ്റ്റർ റാക്കൂൺ stood at the edge of the forest and cried. ചെസ്റ്റർ റാക്കൂൺ ഫോറസ്റ്റിൻ്റെ ഒരു അറ്റത്ത് ചെന്നിട്ടിരുന്ന് കരയാണല്ലേ. I don't want to go to school, he told his mother. എനിക്ക് സ്കൂളിൽ പോവണ്ട. അവൻ്റെ മദറിൻ്റെ അടുത്ത് പറഞ്ഞു അല്ലേ. I don't want to stay, I wanted to stay with you. നിങ്ങളുടെ കൂടെ നിൽക്കണം. I wanted to play with my friends. എൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിക്കണം. I wanted to play with my toys. എൻ്റെ ടോയ്സിൻ്റെ കൂടെയൊക്കെ കളിക്കണം. I wanted to read my books. എനിക്ക് എൻ്റെ ബുക്സൊക്കെ എനിക്ക് റീഡ് ചെയ്യണം. അവൻ്റെ നിങ്ങളുടെ വീട്ടിലും കാണില്ലേ ഇതുപോലത്തെ വായിക്കാനുള്ള മറ്റേ കളിക്കുടുക്ക അതുപോലത്തെയൊക്കെ ബുക്സ് കാണില്ലേ, അതുപോലത്തെ ഒരു ബുക്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. I wanted to swing on my swing. എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാനൊന്ന് നിന്നോട്ടെ നിങ്ങളുടെ കൂടെ എന്നാണ് ചോദിക്കുന്നത്. മദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണിതെല്ലാം. Mrs. Raccoon took Chester by the hand and nestled his ear. മിസ്സിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ കൈ എടുത്തതിന് ശേഷം ഉരസി, അതായത് ഒരു കൈ എടുത്തിട്ട് ഇങ്ങനെ ഉരസുക എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഈ താഴെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കതിനെ ആൻസർ ചെയ്യാം.
ചെസ്റ്റർ ഡൂസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? ചെസ്റ്ററിന് സ്കൂളിൽ പോവണ്ട, എന്താണ് അതിൻ്റെ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ ഉണ്ടാക്കാം. ചെസ്റ്റർ ഡൂസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ ബിക്കോസ്. അതുകൊണ്ട് ബിക്കോസ്. അപ്പം ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഈ പാരഗ്രാഫിലെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. അപ്പം എന്താണ് ഈ ഐ വരുന്നിടത്ത് ഒന്നെങ്കിൽ ചെസ്റ്റർ അല്ലെങ്കിൽ ഹി വാണ്ട് ടു പ്ലേ വിത്ത് മൈ വരരുത്, ഹിസ് ആണ് വരുന്നത്. ഇപ്പം ഷീ ആണെങ്കിൽ ഫസ്റ്റ് ഷീ ചേർക്കും, പിന്നീട് എന്താണ് അവിടെ ഹെർ എന്നും ചേർക്കും. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ചെസ്റ്റർ ഡൂസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ഹി വാണ്ട് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്, ഹി വാണ്ട് ടു പ്ലേ വിത്ത് ഹിസ് ടോയ്സ്, ഹി വാണ്ട് ടു റീഡ് ഹിസ് ബുക്സ്, ഹി വാണ്ട് ടു സ്വിങ് ഓൺ ഹിസ് സ്വിങ്. ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് യു വെയർ ഇൻ ചെസ്റ്റർ പ്ലേസ് വാട്ട് വുഡ് യു ഡു? ഇപ്പോൾ ചെസ്റ്ററിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഇഫ് ഐ, അപ്പോൾ യു ഇവിടെ വെട്ടുക, യു ഇവിടെ വേണ്ട, യു വെട്ടിയതിന് ശേഷം ഇഫ് ഐ, അപ്പോൾ ഇവിടെ എന്താണ് ഐ ചേർക്കുക, ഐ ചേർക്കുക. If I were in a Chester place, I go to school. അപ്പോൾ എന്താണ് നിങ്ങൾ ചിലപ്പോൾ എന്താണ് നിങ്ങൾ ഇതുപോലെ ചെസ്റ്ററിനെ പോലെ വാശി പിടിച്ചിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കാണുന്നത്? ചെസ്റ്ററിൻ്റെ ഒരു ഹാൻഡിൽ മദർ എന്താണ് മിസ്സസ് റാക്കൂൺ എന്തോ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് അതെന്താ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ താഴത്തെ കഥ വായിച്ചു നോക്കണം. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി, ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്. ബട്ട് you will love school once you start. You will make new friends and play with new toys. You can read new books and swing on new swings. Besides, she added, I know a wonderful secret that will make your nights at school seem and warm and cozy as your days at home. Chester wiped away his tears and looked interested. A secret? What kind of secret? A very old secret, said Mrs. Raccoon. I learned it from my mother and she learned it from her mother. It's called a kissing hand. The kissing hand? Asked Chester. What's that? I will show you. അപ്പോൾ മക്കളെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു. ചില സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടതായി വരുന്നുണ്ടല്ലേ. ഷി ടോൾഡ് ഹിം ജെന്റ്ലി, എന്താണ് ചെസ്റ്ററിൻ്റെ അടുത്ത് എന്താണ് മൃദുവായി സംസാരിച്ചു, മൃദുവായി പറഞ്ഞു. നമുക്ക് ചില സമയത്ത് എന്താണ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഈവൻ ഇഫ് ദേ സീം ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റൊക്കെ എന്തായിരിക്കും നമുക്ക് കൂടുതൽ പേടിപ്പെടുത്തുന്നവരും ഭയാനകവുമായിട്ട് നമുക്ക് ആദ്യം തോന്നുമെങ്കിലും എന്താണ് നീ സ്കൂളിൻ്റെ ഒരു പ്രാവശ്യം സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ നിനക്ക് എന്താണ് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ ടോയ്സിനെ കിട്ടും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. പിന്നെ എന്താണ് പുതിയ ബുക്സും പിന്നെ ഊഞ്ഞാലൊക്കെ നിനക്ക് പുതിയ ഊഞ്ഞാലൊക്കെ നിനക്ക് ആടാൻ സാധിക്കും. ബിസൈഡ്സ് ഷീ ആഡഡ്, ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. അപ്പം എന്താണ് പുറമേ അവൾ എന്താണ് പറഞ്ഞു, എനിക്ക് ഒരു സീക്രട്ട് അറിയാം, അത് നിൻ്റെ രാത്രിനെ എന്താണ് കുറച്ചും കൂടെ. അപ്പോൾ വാം ആൻഡ് കോസിയുടെ മീനിങ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസറി എന്ന് പറയണ നമ്മുടെ ആ സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മീനിങ് ചില എന്താണ് പുതിയ വേർഡ്സ്. അപ്പോൾ എന്താണ് കോസിയുടെ അർത്ഥം? ഗിവിങ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട്, കുറച്ചും കൂടെ കംഫർട്ടായിട്ട്. എന്താണ് കോസി എന്ന് വെച്ചാൽ
കുറച്ചും കൂടെ എന്താണ് ഈ കംഫർട്ടിൻ്റെ വേറൊരു അർത്ഥം തന്നെയാണ് കോസിന്നും ദ പ്ലസൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് കംഫർട്ട് ആൻഡ് എഫെക്ഷൻ. ഓക്കെ, അപ്പം നമ്മുടെ കോസിയുടെയും വാംത്തിൻ്റെയും അപ്പം കുറച്ചും കൂടെ കംഫർട്ടായിട്ടും കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഹോമിൽ നിനക്ക് കിട്ടുന്നത് പോലെ ആയിരിക്കും നിനക്ക് സ്കൂളിലും കിട്ടുന്നത്. അപ്പോൾ ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടീയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ചെസ്റ്റർ അവൻ്റെ കണ്ണുനീര്, ടീയേഴ്സ് എന്ന് വെച്ചാൽ കണ്ണുനീര് തുടച്ചിട്ട് അത്ഭുതത്തോടെ നോക്കി. ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. A secret? What kind of secret? A very old secret, said Mrs. Raccoon. അപ്പോൾ ചെസ്റ്റർ ചോദിക്കുകയാണ് എന്ത് സീക്രട്ട്, അത് എങ്ങനത്തെ സീക്രട്ടാണ്? അപ്പം മിസ്സസ് റാക്കൂൺ പറയാണ് അതൊരു വലിയ പഴയ ഒരു സീക്രട്ടാണെന്ന് പറയാണ്. I learned it from my mother and she learned it from her mother. It's called the kissing hand. ഞാനിതെവിടെ നിന്നാണ് പഠിച്ചത്? ഞാൻ എൻ്റെ മദറിൽ നിന്നാണ്. അപ്പം മിസ്സസ് റാക്കൂൺ പറയുന്നതാണ് ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. അമ്മ എവിടെ നിന്നാണ്? അമ്മയുടെ അമ്മയിൽ നിന്നിട്ടാണ് ഇത് പഠിച്ചത്. അതിൻ്റെ പേരാണ് കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. കിസ്സിങ് ഹാൻഡോ? അപ്പം കിസ്സിങ് ഹാൻഡ് ഇങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കണം. കിസ്സിങ് ഹാൻഡോ? അപ്പം ചെസ്റ്റർ ചോദിക്കുകയാണ് അങ്ങനെ. വാട്ട്സ് ദാറ്റ്? അതെന്താണ്? അപ്പം മിസ്സസ് റാക്കൂൺ പറയാണ് ഐ വിൽ ഷോ യു. ഇനി നമുക്ക് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ആൻസർ ചെയ്യാം. ചെസ്റ്റർ മദർ ടോൾഡ് ഹിം ഓൾഡ് സീക്രട്ട്. വാട്ട് മേ ബി ദ സീക്രട്ട്? ചെസ്റ്ററിൻ്റെ മദർ ഒരു ഓൾഡ് സീക്രട്ട് പറഞ്ഞു. അപ്പോൾ ആ സീക്രട്ട് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദ കിസ്സിങ് ഹാൻഡ്. കിസ്സിങ് ഹാൻഡ്. അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester's right in the middle of palm. Chester felt his mother's kiss rush from his hand up his arm and into his ear. Even his silky mask tingled with a special warmth. Mrs. Raccoon smiled. Now she told Chester, whenever you lonely and need a little love from home, just press your hand to your cheek and think, Mommy loves you. Mommy loves you. And that very kiss will jump to your face and fill you with the toasty warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പാരഗ്രാഫ് കിട്ടുകയാണെങ്കിൽ 2 ടൈംസ് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളിതുപോലെ മനസ്സിലാക്കുക അതെന്താണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഇവിടെ ഒരു വേർഡ് കണ്ടല്ലേ, ടോസ്റ്റി. ടോസ്റ്റി എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് നോക്കാം. Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. മിസ്സിസ് റാക്കൂൺ അതായത് അവൻ്റെ മദറ് ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തതിന് ശേഷം അത് സ്പ്രെഡ് ചെയ്തു അല്ലേ. വലിയ ഫിംഗർ, അതായത് ഫിംഗേഴ്സിനെ ഫാൻ പോലെ ഇരിക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. ലേണിംഗ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്നിട്ട് കുനിഞ്ഞിട്ട് ലേണിംഗ് ഫോർവേഡ് കുനിഞ്ഞതിന് ശേഷം ചെസ്റ്ററിൻ്റെ ഹാൻഡ് എടുത്തിട്ട് കിസ് ചെയ്തു. നമ്മുടെ കൈപ്പത്തി കൈയുടെ അകത്തുള്ള സ്ഥലത്ത് കിസ് ചെയ്തു. Chester felt his mother's kiss rush from his hand up his arm and into his head. ചെസ്റ്റർ എന്നിട്ട് മദർ, അതായത് മദറിൻ്റെ കിസ്സിൽ ഇങ്ങനെ അന്തം വിട്ടുപോയി. അതായത് എന്നിട്ട് അപ്പ് ഹിസ് ആം എന്നിട്ട് അതായത് കയ്യിൽ നിന്നിട്ട് ആം വരെ എത്തി, പിന്നെ ആമിൽ നിന്നിട്ട് ഹേർട്ട് വരെ എത്തി എന്നാണ് പറയുന്നത്.
ആ കിസ്സസ് എല്ലാം എന്താണ് ആദ്യം കയ്യിലായിരുന്നു, പിന്നെ ആംസിലെത്തി, പിന്നെ ഹാർട്ടിലെത്തി എന്നാണ് പറയുന്നത്. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വർക്ക്. അപ്പോൾ നമുക്കിവിടെ വേറൊരു വാക്കും കിട്ടിയിട്ടുണ്ട്, ടിങ്കിൾഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാമേ. അപ്പോൾ നമ്മുടെ ഗ്ലോസറിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഏതാണ് ടിങ്കിൾ, ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ. കുറച്ചും കൂടെ എന്താണ് ടിങ്കിൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ലൈറ്റ് ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. ടോസ്റ്റ് എന്നാണ് എ പ്ലസന്റ് ഫീലിംഗ് ഓഫ് വാംത്ത്. എന്താണ് വാംത്ത്, അതായത് ഊഷ്മളത തോന്നുക എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പഠിച്ചുകൊണ്ടിരുന്ന പേജിലേക്ക് പോവാം. അപ്പോൾ എന്താണ് അവൻ്റെ മുഖത്ത്, അപ്പോൾ നമ്മുടെ റാക്കൂണിൻ്റെ ഫേസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടെ ഒരു എന്താണ് ബ്ലാക്ക്, അതായത് നമുക്കിങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ട ഇവിടെ ഒരു ബ്ലാക്ക് മാസ്ക് കണ്ണിലിട്ടേക്കുന്ന പോലെയല്ലേ തോന്നുന്നത്. അതെന്താണ് കുറച്ചും കൂടെ എന്താണ് ടിങ്കിൾ, അതായത് ടിങ്കിൾഡും പിന്നെ ഒരു സ്പെഷ്യൽ വാംത്തും അവന് തോന്നി, ഊഷ്മളവും പിന്നെ എന്താണ് കുറച്ചും കൂടെ സ്ലൈറ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തോന്നാണ് പറയുന്നത് ഇവിടെ. Mrs. Raccoon smiled. Now, she told Justice, whenever you feel lonely and need a little love from home, just press your hand to your cheek and think. എന്താണ് അപ്പം ഇപ്പോൾ അവളെ പറഞ്ഞത് എന്താണ്, ചെസ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കിപ്പോൾ എന്താണ് ഒറ്റപ്പെടലും പിന്നെ എന്താണ് അതായത് വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും സ്നേഹം വേണമെങ്കിൽ നീ നിൻ്റെ ഹാൻഡ് എന്താണ് ഒന്ന് നിൻ്റെ കവളിലേക്ക്, അതായത് ചീക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആലോചിക്കുക, മാമി ലവ്സ് യു, മോമി ലവ്സ് യു, എന്താണ് മാമി ലവ്സ് യു എന്ന് ആലോചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി ആൻഡ് വാം തോട്ട്സ്. എന്താണ് പിന്നെ എന്താണ് കുറേ കിസ്സുകൾ നിൻ്റെ കയ്യിൽ നിന്ന് ഫേസിലേക്ക് ജമ്പ് ചെയ്ത് വന്നിട്ട് അതെന്താണ് ടോസ്റ്റി ആയിട്ടുള്ള എന്താണ് കുറച്ചും വാംതായിട്ടുള്ള എന്താണ് തോട്ട്സ് നിൻ്റെ വരുമെന്നാണ് പറയുന്നത്. She took Chester's hand and carefully wrapped his around the kiss. എന്താണ് എന്നിട്ട് ചെസ്റ്റൻ്റെ ഹാൻഡ് എടുത്തിട്ട് കെയർഫുള്ളി വാപ്ഡ്. അപ്പോൾ വാപ്ഡ് വേറൊരു ന്യൂ വേർഡ്. അപ്പോൾ നമുക്ക് ന്യൂ വേർഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് നോക്കാം. വാപ്പ്, ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് അതർ മെറ്റീരിയൽ. കവർ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന ഒരു പേപ്പർ അല്ലെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. വാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ് കിട്ടിയ ആ എന്താണ് ഹാൻഡിൽ എന്താണ് കെയർഫുള്ളി ചെയ്യുന്നത്, സൂക്ഷിച്ച് അതിനെ എന്താണ് വാപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് നോക്കാം. ഹൗ ഡിഡ് ഇറ്റ് മിസ്സസ് റാക്കൂൺ ഹെൽപ്പ് ചെസ്റ്റേഴ്സ് ഓവർകം ഹിസ് ഫിയർ. അവൻ്റെ ഫിയറിനെ, അതായത് പേടിയെ എങ്ങനെയാണ് മിസ്സസ് റാക്കൂൺ ചെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്തത്. അതായത് ചെസ്റ്ററിനുള്ള പേടിയെ മാറ്റാനായിട്ട് മിസ്സസ് റാക്കൂൺ എന്ത് ഹെൽപ്പാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയുണ്ട്, മിസ്സസ് റാക്കൂൺ Chester left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester right in the middle of his palm. Chester felt his mother squish from അത് വേണ്ട, ആ പാം വരെ കൊടുത്തതിന് ശേഷം this way the Mrs. Raccoon helped Chester overcome his fear. അപ്പോൾ ഇതാണ് നമ്മുടെ താഴെ കിടക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. Now be careful not to lose it, she teased him. അപ്പോൾ ദാ വീണ്ടും ഒരു പുതിയ വേർഡ് കിട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് നോക്കിയാലോ. എന്താണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്? ടീസ് അല്ലേ. ടീസ് എന്ന് വെച്ചാൽ ടു മേക്ക് എ ഫൺ ഓഫ്. എന്താണ്
തമാശയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നില്ലേ, തമാശയ്ക്ക് പറയുക അല്ലെങ്കിൽ തമാശയ്ക്ക് ചെയ്യുക, അതിനെയാണ് നമ്മൾ ടീസ് എന്ന മീനിങ്ങിൽ വരുന്നത്. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. Chester loved his kissing hand. Now we knew his mother's love would go with him whenever he went, even to the school. That night, Chester stood in front of his school and looked thoughtful. Suddenly he turned to his mother and grinned. Give me your hand, he told her. Chester took his mother's hand in his own and unfolded her large familiar fingers into fan. Next, he leaned forward and kissed the center of her hand. Now you have a kissing hand too, he told her with a gentle goodbye. I love you, Chester said as he turned and danced away. അപ്പോൾ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയൊരു പാരഗ്രാഫാണ് അല്ലേ. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. Now be careful not to lose it, she teased him. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇത്? കെയർഫുൾ ആയിട്ട് വെക്കുക, അത് കളയരുത് എന്നാണ്. അപ്പം ചെസ്റ്ററിൻ്റെ മമ്മി മദർ ഇങ്ങനെ ടീസ് ചെയ്താണ്, അതായത് ചുമ്മാ ഇങ്ങനെ കളിയാക്കുക അല്ലെങ്കിൽ തമാശയ്ക്ക് പറഞ്ഞാണല്ലേ. കിസ്സിങ് ഹാൻഡ് ലോസ്റ്റ് ചെയ്യരുത്, കളയരുത്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മദർ, അതായത് റാക്കൂണിൻ്റെ മദർ ഇങ്ങനെ പറയാണ്, ഇങ്ങനെ തമാശയ്ക്ക് പറയാണല്ലേ. But don't worry, when you open your hand to wash after having food, I promise the kiss will stick എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നീ വിഷമിക്കണ്ട, നിൻ്റെ കൈ ഓപ്പൺ ആക്കിയതിന് ശേഷം നീ ഫുഡ് കഴിച്ചതിന് ശേഷം നിൻ്റെ കൈ ഉറപ്പായും കൈ കഴുകുക. ഞാൻ നിന്നെ ഉറപ്പ് വരുത്തുന്നു, ആ കിസ് അതിൽ തന്നെ സ്റ്റിക്കായിരിക്കും. Chester loved his kissing hand. Now he knew his mother's love would go with him whenever he went, even to the school. That night, Chester stood in front of his school and looked thoughtful. അപ്പോൾ ഈ ഒരു സ്കൂൾ, അതായത് ചെസ്റ്റർ പോണ സ്കൂൾ എന്ന് പറയുന്നത് നിന്ന് താമസിക്കുന്ന ഒരു സ്കൂളാണല്ലേ, നിന്ന് താമസിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അങ്ങനെയാണ് ചെസ്റ്ററിന് ഇത് മടിയായിട്ട് തോന്നുന്നത്. ചെസ്റ്റർ അവൻ്റെ കിസ്സിങ് ഹാൻഡ് വളരെ ഇഷ്ടമായിരുന്നു. അവൻ്റെ അമ്മയുടെ സ്നേഹം മനസ്സിലായി. പിന്നെ അവൻ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോവാന്നൊക്കെ വിചാരിച്ചു. ആ നൈറ്റ് അതായത് തലേദിവസം അവൻ ആലോചിച്ചു. തലേദിവസം അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി അങ്ങനെ എന്തോ ആണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. Chester stood in front of his school and loved thoughtful. അവൻ്റെ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. Suddenly he turned to his mother and grinned. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി, അവൻ്റെ അമ്മ തിരിഞ്ഞു നോക്കി. Give me your hand, he told her. ചെസ്റ്റ് തിരിഞ്ഞു നോക്കി പോകുന്ന, അതായത് സ്കൂളിൻ്റെ ഫ്രണ്ട് വരെ എത്താറായ ടൈമിൽ അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ അമ്മയെ തിരിഞ്ഞു നോക്കിയതിന് ശേഷം അമ്മയുടെ ഹാൻഡ് തരാൻ പറയാണല്ലേ. Chester took his mother's hands in his oven and unfolded her large familiar fingers into a fan. ചെസ്റ്റർ മദറിൻ്റെ ഫിംഗർ എടുത്തതിന് ശേഷം എന്ത് ചെയ്തു? അവരുടെ കൈ നല്ല വലിയ കൈയല്ലേ, അപ്പോൾ അതിന് നല്ല വലിയ വലുതായിട്ട്, അത് വലിയ വിരലുകളാണല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാനിൻ്റെ രീതിയിൽ അതിനെ ഓപ്പൺ ചെയ്തു. Next he leaned forward and
കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ മദറിൻ്റെ കൈയുടെ നടുക്ക് എന്ത് ചെയ്തു? കിസ് ചെയ്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു, ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്തു? കിസ്സിങ് ഹാൻഡ് കിട്ടിക്കഴിഞ്ഞു എന്ന് അവൻ എന്താണ് മൃദുവായ ഒരു ഗുഡ് ബൈയോടെ പറഞ്ഞു. ഐ ലവ് യു ജസ്റ്റ് സെഡ് ആസ് ഹീ ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് എവേ. എന്ത് ചെയ്തു? മദറിനെ നോക്കിയിട്ട് ഐ ലവ് യു പറഞ്ഞിട്ട് അതിന് ശേഷം എന്ത് ചെയ്തു? അവൻ തുള്ളിച്ചാടി ഡാൻസ് കളിച്ചുകൊണ്ട് എന്താണ് അവൻ പോയി അല്ലേ, സ്കൂളിലേക്ക് പോവാണ്. ഹൗ ഡിഡ് ഇറ്റ് ചെസ്റ്റർ ഫീൽ വെൻ ഹീ കിസ്ഡ് ഹിസ് മദർ. അപ്പം എന്താണ് ചെസ്റ്റർ മദറിൻ്റെ ഹാൻഡിൽ കിസ് ചെയ്തപ്പോൾ അവൻ എന്താണ് തോന്നിയിട്ടുണ്ടാവുക? അപ്പം നമുക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? അവൻ എന്തായിരിക്കും സാധാരണ തോന്നിയിട്ടുണ്ടാവുക? ഹാപ്പി തോന്നി. ഹീ ഫീലിംഗ് ഹാപ്പി. അവൻ എന്താണ് ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇനി അടുത്ത പേജിലേക്ക് പോവാം. നമുക്ക് നെക്സ്റ്റ് പേജിൽ വരാണെങ്കിൽ ഇവിടെ എന്താണ് മദർ ഒരു മരത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ നിന്ന് നോക്കുകയും ഇവിടെ ചെസ്റ്റർ ഇത് സ്കൂളാണ്. അപ്പോൾ ഇതൊരു സ്കൂളാണ്. ഈ പെട്ടി പോലെ ഇരിക്കുന്നില്ലേ അത് സ്കൂളാണ്. അപ്പോൾ സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നമുക്ക് താഴെ നോക്കാം. മിസ്സിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലൈം ആൻഡ് എൻറ്റർ ദ സ്കൂൾ. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ വാക്ക് കിട്ടിയിട്ടുണ്ട്, സ്കാമ്പർ. അപ്പോൾ നമ്മുടെ ഗ്ലോസറിയിൽ നോക്കാം ഈ സ്കാമ്പർ എന്താണ്. സ്കാമ്പറിൻ്റെ അർത്ഥം ടു റൺ വിത്ത് ക്വിക്ക് ലൈറ്റ് സ്റ്റെപ്സ്. എന്താണ് നടന്നുകൊണ്ട്, അതായത് ലൈറ്റായിട്ടുള്ള സ്റ്റെപ്സ് വെക്കുന്നതിനാണ് സ്കാമ്പർ എന്ന മീനിങ്സിൽ വരുന്നത് അല്ലേ. As the first bell of new school year rang, she pressed her left hand to her cheek and smiled. The warmth Chester's kiss filled her heart with the special words. Chester love you. It sang Chester love you. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ലാസ്റ്റ്, അതായത് ഈ ഒരു സ്റ്റോറിയുടെ ലാസ്റ്റ് പാരഗ്രാഫാണ് അല്ലേ. മിസ്സിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ലിറ്റിൽ ലൈം ആൻഡ് എൻറ്റർ ദ സ്കൂൾ. മിസ്സിസ് റാക്കൂൺ, അതായത് ചെസ്റ്ററിൻ്റെ മദർ ഒരു മരത്തിൻ്റെ ഇടവഴി കൂടെ ഇങ്ങനെ നോക്കുകയാണല്ലേ. ചെസ്റ്റർ ഇങ്ങനെ തുള്ളിച്ചാടി, അതായത് നടന്നുകൊണ്ട് അതായത് ലൈറ്റ് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത് നോക്കുന്നത്. സ്കൂളിൻ്റെ അവിടേക്ക് എൻ്റർ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കാരണം ഇവിടുന്ന് സ്കൂൾ കുറച്ച് അടുത്താണ്. അങ്ങനെയാണ് ഇവിടെ സ്കൂളിൻ്റെ അവിടം വരെ എത്തുന്നത് വരെ ഇങ്ങനെ മിസ്സിസ് റാക്കൂൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. As the first bell of new school year rang, she pressed her left hand to her cheek and smiled. സ്കൂളിൻ്റെ ആദ്യ ബെല്ല് മുഴങ്ങിയപ്പോൾ മിസ്സിസ് റാക്കൂൺ മറ്റേ ലെഫ്റ്റ് ഹാൻഡിൽ ചെസ്റ്റർ കിസ് ചെയ്ത കിസ്സിങ് ഹാൻഡ് ഉണ്ടല്ലോ, ചീക്കിലേക്ക് വെച്ചിട്ട് ഒരു ചിരി ചിരിച്ചു അല്ലേ. The warmth of Chester's kiss filled her with the special words. ഒരു വാംത് എന്ന് വെച്ചാൽ ഊഷ്മളമായ ഒരു ഫീല്. അതായത് ചെസ്റ്റ് കിസ് ചെയ്തില്ലേ, ആ കിസ്സസ് മൊത്തം മിസ്സിസ് റാക്കൂണിൻ്റെ ഹേർട്ടിൽ മൊത്തം ഫില്ലഡായി. പിന്നെ സ്പെഷ്യൽ വേർഡ്സ്, പിന്നെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡ്സൊക്കെ വന്നു. ചെസ്റ്റർ ലവ്സ് യു. ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്റർ സ്നേഹിക്കുന്നു എന്ന സാങ്ങിലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇത് എൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ആരൊക്കെയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്? നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ. മിസ്സിസ് റാക്കൂണും ചെസ്റ്ററുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണെന്ന് പറയാനാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് പാരഗ്രാഫാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏത് സ്ഥലത്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാരാണ് എഴുതിയത്? നമുക്ക് എബൌട്ട് ദ ഓതർ, ഇത് എഴുതിയ ആള്.
Andrew Penn is an American writer of stories for children. She is the best known of The Kissing Hand, a picture looking future raccoons with human qualities. എന്താണ് ആൻഡ്രൂ പെൻ എന്താ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററാണ്. കുട്ടികൾക്കായിട്ടുള്ള സ്റ്റോറീസ് എഴുതുന്ന ഒരു അമേരിക്കൻ റൈറ്ററാണ് ആര് ആൻഡ്രൂ പെൻ എന്ന് പറയുന്നത്. ഷീ ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്. എന്താണ് അവൾക്ക് അതായത് ആൻഡ്രൂ പെൻ എന്താണ് ഈ കിസ്സിങ് ഹാൻഡിനെ പറ്റി നന്നായിട്ട് അറിയാം അല്ലേ. ചിലപ്പം ആൻഡ്രൂവിൻ്റെ മമ്മിയും ഇതുപോലെയൊക്കെ കിസ്സിങ് ഹാൻഡ് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതായിരിക്കും ചിലപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസ് റാക്കൂണിൻ്റെ രീതിയിൽ എഴുതിയിട്ടുണ്ടാവുക. എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റാക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റി. പിന്നെ എന്താണ് ഇതിൽ ഹ്യൂമൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് ഒരു ഹ്യൂമൻ്റെ ക്വാളിറ്റിയിലായിട്ടല്ലേ നമ്മൾ ഈ കഥ എന്താണ് വായിച്ചപ്പോഴും നമുക്ക് തോന്നിയത് ഈ റാക്കൂണിന് എന്താണ് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്റ്റോറി ആയിരുന്നു ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആക്ടിവിറ്റീസ് പാർട്ട് 2 വീഡിയോയിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതും കൂടെ ഒന്ന് ചെയ്യുക. അപ്പം ദ വാംത് ഓഫ് ലവിനെ ഇനി ആക്ടിവിറ്റീസും എന്താണ് പാഠങ്ങളും ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഏത് സബ്ജക്റ്റ് വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.